റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 5ാം തവണയും വിജയിച്ച് അധികാരം നിലനിർത്തിയിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. 87.97% വോട്ടുകൾ നേടിയാണ് പുടിന്റെ വിജയം. 2030 വരെ 6 വർഷം വീണ്ടും പുടിന് റഷ്യയുടെ അധികാരം കൈയാളാം. ഇതോടെ സ്റ്റാലിന് ശേഷം ഏറ്റവും അധികം കാലം ഭരണത്തിലിരിക്കുന്ന നേതാവെന്ന നേട്ടവും പുടിന് സ്വന്തം. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായ നിക്കോളായ് ഗാരിറ്റോനോവ് 4% വോട്ടുകൾ നേടി രണ്ടാമതെത്തിയപ്പോൾ പുതുമുഖം വ്ളാദിസ്ലാവ് മൂന്നാമതും തീവ്ര നാഷണലിസ്റ്റ് സ്ഥാനാർത്ഥി ലിയോനിഡ് സ്ലട്സ്കി നാലാമതുമെത്തി. 2018-ലെ 67.5% പോളിംഗ് നിരക്കിനെ അപേക്ഷിച്ച് ഈ വർഷം 74.22% ആളുകൾ വോട്ട് ചെയ്തു. പുടിന്റെ വിമർശകരെല്ലാം ഒന്നുകിൽ ജയിലിലാകുകയോ നാടുകടക്കുകയോ മരണപ്പെടുകയോ ചെയ്തതിനാൽ വിജയം സുനിശ്ചിതമായിരുന്നു. പുടിൻ വീണ്ടും പ്രസിഡന്റ് ആകുന്നതിനെതിരെ റഷ്യയിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. പുടിനെതിരെ നൂൺ എഗെയിൻസ്റ്റ് പുടിൻ എന്ന പേരിലായിരുന്നു പ്രതിഷേധം. റഷ്യയിലെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രതിഷേധിച്ചത്. പാശ്ചാത്യ ലോകത്തെ തള്ളി ഉക്രൈനെ ആക്രമിക്കുക എന്ന തന്റെ തീരുമാനം ശരിവയ്ക്കുന്നതാണ് ഫലമെന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഭാര്യ യുലിയ ബെർലിനിൽ റഷ്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ യൂലിയയെ സ്വീകരിച്ചത്. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, മികച്ച വിജയം നേടിയാണ് ഇത്തവണയും പുടിൻ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിമർശകർ ജയിലിലോ രാജ്യത്തിനു പുറത്തോ ആണ്. പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവൽനിയും കൊല്ലപ്പെട്ടു. പുടിനെ വിമർശിക്കാൻ സ്വതന്ത്ര മാധ്യമങ്ങളുമില്ല. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പുടിന് അനുകൂലമായിരുന്നു, അല്ലെങ്കിൽ അനുകൂലമാക്കി. പുടിൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പിന് എന്തായിരുന്നു പ്രാധാന്യം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരില്ല. മറ്റൊന്നുമല്ല, പുടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനകത്ത് പ്രസിഡന്റിന്റെ അധികാരം നിയമവിധേയമാക്കാനാണ് ഈ തിരഞ്ഞെടുപ്പ്. ഒപ്പം റഷ്യൻ ജനത പുടിന്റെ അധികാരത്തിന് കീഴിലാണെന്നും തിരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ തെളിയിക്കാൻ സാധിക്കും. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് വൻ പിന്തുണ അവകാശപ്പെടാനും ഈ തിരഞ്ഞെടുപ്പ് വിജയവും അദ്ദേഹത്തിന് അവസരമൊരുക്കും. എന്തിനേറെ, പ്രവർത്തകരും സായുധ ഗാർഡുകളും യുക്രൈൻ അധിനിവേശ പ്രദേശങ്ങളിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടതും ക്രിമിയ, കെർസൺ, സപ്പോരിഷിയ, ഡൊനെറ്റ്സ്ക്, ലുഹാൻസ്ക് എന്നിവിടങ്ങളിൽ അനധികൃതമായി പിടിച്ചെടുത്തതായി അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ പിടിയുറപ്പിക്കുന്നതിനും ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുമെന്ന് പുടിൻ ഭരണകൂടത്തിന് ഉറപ്പായിരുന്നു. പുടിന്റെ ഭരണകൂടം അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുകയെന്നത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് പുടിൻ ലക്ഷ്യമിട്ടതും. പ്രസിഡന്റും റഷ്യൻ ഭൂരിപക്ഷവും ഐക്യത്തിലാണെന്ന് തെളിയിക്കുകയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ തെറ്റായ ധാരണകളെ ഈ തിരഞ്ഞെടുപ്പ് ഇല്ലാതാക്കുകയും ചെയ്യും. ഇതിനേക്കാളെല്ലാം ഉപരി ഭൂരിപക്ഷം റഷ്യക്കാരും തന്നെ പിന്തുണയ്ക്കുന്നുവെന്ന് തിരഞ്ഞെടുപ്പിലൂടെയും വിജയത്തിലൂടെയും ഉയർത്തിക്കാട്ടാനുമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലൂടെ പുടിൻ ലക്ഷ്യമിട്ടത്. 1999-ൽ പ്രസിഡന്റ് ബോറിസ് യെൽറ്റ്സിനാണ് പുടിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അങ്ങനെ രാജ്യത്തിന്റെ രണ്ടാമത്തെ പരമാധികാര കേന്ദ്രം ആദ്യമായി പുടിനെ തേടിയെത്തി. 1999 ഡിസംബർ 39-ന് യെൽറ്റ്സിൻ രാജിവെച്ചതോടെ പുടിൻ ആക്ടിംഗ് പ്രസിഡന്റായി. മാസങ്ങൾക്ക് ശേഷം 2000 മെയ് 7-ന് പുടിൻ റഷ്യൻ പ്രസിഡന്റായി. പിന്നീട് വീണ്ടും പ്രധാനമന്ത്രിയായി. 3 തവണ കൂടി പ്രസിഡന്റായും 2 പതിറ്റാണ്ടിലേറെയായി റഷ്യ കറങ്ങുന്നത് പുടിൻ എന്ന അച്ചുതണ്ടിലാണെന്ന് ചുരുക്കം. രാജ്യത്തിന്റെ പരമാധികാരം തന്റെ കയ്യിലൊതുക്കാൻ ചെയ്യേണ്ടതെല്ലാം ഇതിനോടകം തന്നെ പുടിൻ ചെയ്തു കഴിഞ്ഞു. റീജിയണൽ ഗവർണർമാരെ നിയമിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകിക്കൊണ്ടുള്ള നിയമത്തിൽ 2004-ൽ പുടിൻ ഒപ്പുവച്ചിരുന്നു. 2000-ൽ പുടിൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിറങ്ങി ദിമിത്രി മെദ്വേവ് പ്രസിഡന്റായി. പ്രധാനമന്ത്രിയായി പുടിൻ വീണ്ടുമെത്തി. എന്നാൽ അധികാരം പുടിന്റെ കയ്യിൽ തുടരുന്നതും പ്രസിഡന്റ് പുടിന്റെ പാവയാകുന്നതുമാണ് റഷ്യയും ലോകരാജ്യങ്ങളും പിന്നീട് കണ്ടത്. 2012-ൽ വീണ്ടും പ്രസിഡന്റിന്റെ അധികാര കസേരയിലേക്ക് തിരിച്ചു വന്ന പുടിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2036 വരെ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചുകൊണ്ടുള്ള നിയമത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് തന്റെ പരമാധികാരം പുടിൻ ഊട്ടിയുറപ്പിച്ചു. ഇതിന്റെ എല്ലാം തുടർച്ചയാണ് പ്രതിഷേധങ്ങളും എതിർസ്വരങ്ങളും ഉയരുമ്പോഴും 3/4% വോട്ട് നേടിയുള്ള പുടിന്റെ വിജയമെന്നതും ഏറെ ശ്രദ്ധേയമാണ്.